കുറച്ച് മയനൈസ് അതിൻ്റെ മേലോട്ട് വെച്ച്, കുറച്ച് തക്കാളി ചട്നി എടുത്തതിൻ്റെ മേലോട്ട് വെച്ച്, കുറച്ച് റൈസ് കൂടി ഇങ്ങനെ അങ്ങോട്ട് എടുത്ത് പൊളി സാധനം. കുഴിയില്ലാതെ നമുക്ക് കുഴിമന്തി ഉണ്ടാക്കാമെന്നുള്ളതാണ്. കുക്കർ മന്തിയാണോ ഒരുപാട് ആൾക്കാർ വീഡിയോ ചെയ്യുന്ന കുക്കർ മന്തിയാണ്. ഞാൻ കുക്കറിൽ വല്ലതും ഉണ്ടാക്കിയിരിക്കുന്നത്, അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇത് ചെമ്പിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് ചെമ്പ് മന്തി, ചെമ്പ് മന്തി നമുക്ക് പഠിക്കാൻ പറ്റും. അല്ല, കുക്കറിലുണ്ടാക്കുമ്പോൾ കുക്കർ മന്തി, കുഴിയിലുണ്ടാക്കുമ്പോൾ കുഴിമന്തി. അപ്പോൾ ചെമ്പിലുണ്ടാക്കിയത് കൊണ്ട് ഇത് ചെമ്പ് മന്തി. എന്താ പറയാൻ വയ്യ, അടിപൊളി സാധനം. വാ, സൂപ്പർ. നമ്മളിങ്ങനെയാണ് റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ട് ഇങ്ങനെ ഒരുപാട് പ്രിസർവേറ്റീവ്സ് ചേർത്തിട്ടുള്ള അൺഹെൽത്തി ആയിട്ടുള്ള മന്തിയോ അല്ലെങ്കിൽ മറ്റുള്ള ഫുഡൊന്നും കഴിക്കേണ്ട ഒരു കാര്യമില്ല. നമുക്ക് ഇത്തിരി സമയമൊക്കെ മെനക്കെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ പറ്റും. അതാണ് ഏറ്റവും നല്ലത്. എനിക്ക് ഏറ്റവും ഇഷ്ടം അങ്ങനെയാണ്. റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിക്കുന്നതിനെക്കാട്ടിലും എനിക്കിഷ്ടം നമ്മുടെ ഇഷ്ടത്തോടെ സന്തോഷത്തോടെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നതാണ് എനിക്കിഷ്ടം. ഫുഡ് നമുക്കും കഴിക്കാം. എനിവേ, അതാണ് എൻ്റെ ഇഷ്ടം. അപ്പോൾ എൻ്റെ ചെമ്പ് മന്തി പൊളിയായിട്ടുണ്ട്, ഒന്നും പറയില്ല. അപ്പം എൻ്റെ വീട്ടിൽ വരുന്ന എല്ലാ ഗസ്റ്റിനും ഞാൻ ഉണ്ടാക്കി കൊടുക്കാൻ പോകുന്ന സാധനം മന്തിയായിരിക്കും. അപ്പം ആർക്ക് എപ്പോഴും വരരുത് കേട്ടോ. സാറ്റർഡേ സൺഡേ എൻ്റെ എല്ലാ ഫ്രണ്ട്സിനെയും ഞാൻ സ്റ്റാഫ് ഹോട്ടലിലെ വീട്ടിലേക്ക് വിളിക്കുന്നു. ആര് വന്നാലും ഞാൻ മന്തി ഉണ്ടാക്കി തരുന്നതായിരിക്കും. നേരത്തെ വിളിച്ചു പറയണമെന്നേ ഉള്ളൂ. അപ്പോൾ ശരി, താങ്ക് യു വെരി മച്ച്.